നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലു അർജുന്റെ പുഷ്പ 2. സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ 5-ന് തിയേറ്ററുകളിലെത്തും. റിലീസിന് ഇനി വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അല്ലു അർജുന് വൻ തിരിച്ചടിയാണ് ആവുന്നത്. ആരാധകരെ ആർമി എന്ന് അഭിസംബോധന ചെയ്തതാണ് അല്ലു അർജുന് തിരിച്ചടിയായി വന്നിരിക്കുന്നത്. പുഷ്പ 2-ന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോഴായിരുന്നു ആരാധകരെ ആർമി എന്ന് അല്ലു വിളിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശ്രീനിവാസ് എന്നയാളാണ് ഹൈദരാബാദിലെ ജവഹർ നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മുംബൈയിലെ പ്രൊമോഷനിടെയായിരുന്നു അല്ലു അർജുന്റെ പരാമർശം. എനിക്ക് ആരാധകരില്ല, എനിക്കൊരു ആർമിയുണ്ട്. ഞാൻ എൻ്റെ ആരാധകരെ സ്നേഹിക്കുന്നു. അവരെൻ്റെ കുടുംബം പോലെയാണ്. അവർ എന്നോടൊപ്പം നിൽക്കുന്നു. അവർ എന്നെ ആഘോഷിക്കുന്നു. അവരൊരു സൈന്യത്തെ പോലെ എനിക്കായി നിലകൊള്ളുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുകയാണ് എന്നാണ് അല്ലു പറഞ്ഞത്. എന്നാൽ ആർമിയുമായി ഉപമിച്ചത് ശരിയായില്ലെന്നും സൈന്യം ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് കാണിക്കുന്നതുമാണെന്നും ശ്രീനിവാസ് പരാതിയിൽ പറയുന്നതായി റിപ്പോർട്ടുണ്ട്. പരാതി റിലീസിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഇപ്പോൾ. കേരളത്തിലെത്തിയപ്പോഴും ആരാധകരെ അല്ലു അർജുൻ ആർമി എന്ന് വിളിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ആരംഭിച്ച പുഷ്പ 2 ടിക്കറ്റ് ബുക്കിംഗ് വൻ വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ദിവസം പിന്നിടുന്നതിന് മുമ്പ് പ്രീ സെയിലിലൂടെ 50 കോടി ചിത്രം നേടിയിട്ടുണ്ട്. ഈ രീതിയാണെങ്കിൽ ആദ്യ ദിനം 250 കോടി കളക്ഷൻ പുഷ്പ 2 നേടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലു അർജുൻ ചിത്രമാണ് പുഷ്പ 2. ചിത്രത്തിലെ പുതിയ ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫീലിംഗ്സ് എന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മലയാളികൾക്കുള്ള സമ്മാനം എന്ന നിലയിൽ ഗാനത്തിന്റെ 4 വരികൾ മലയാളത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേവിശ്രീ പ്രസാദാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 5-നാണ് പുഷ്പ തിയേറ്ററിലെത്തുക. പുഷ്പയുടെ 2ാം ഭാഗം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. ചിത്രം ഡിസംബർ 5-ന് തിയേറ്ററുകളിലെത്തും. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രാഷ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത്. ആരാധകർക്ക് അറിയാൻ ഏറെ കൗതുകമുള്ള കാര്യമാണ് പ്രിയ താരങ്ങളുടെ പ്രതിഫലം, പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളുടേത്. ഓരോ സിനിമ കഴിയുന്തോറും അഭിനേതാക്കൾ പ്രതിഫലം കൂട്ടുന്നത് പതിവുമാണ്. ഇപ്പോഴിത് തെന്നിന്ത്യൻ സിനിമ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന പുഷ്പ 2 എന്ന ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ നായകനായ അല്ലു അർജുന്റെ പ്രതിഫലം 300 കോടിയാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാവ് എന്ന പട്ടം അല്ലു അർജുന് ലഭിച്ചു കഴിഞ്ഞു. വിജയ്, ഷാറൂഖ് ഖാൻ അടക്കമുള്ള നടന്മാരെ പിന്നിലാക്കിയാണ് അല്ലു അർജുന്റെ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.